cooperative movement plays a vital role in the overall development and progress of any community of like-minded people who share aspirations for well-being. By standing together as a community, it fosters financial discipline, enhances economic status, strengthens social security, and helps improve overall happiness and quality of life. With the vision of uniting all like-minded people living in Delhi under one umbrella and extending mutual support to each other, Mr. P.R. Nair, founder, along with a few friends, conceived the novel idea of forming a cooperative thrift and credit society in Delhi. As a result, in 1986, the Southern Star Cooperative Urban Thrift and Credit Society Limited was established with 41 founding members. Today, the society has grown to a strength of over 32,000 members, representing diverse professional backgrounds including government and private services, business, and various other fields. It is a proud moment for the society to note that, of its kind, Southern Star Cooperative Society is the largest cooperative society in the northern region of India. മഹാനഗരങ്ങളെന്നും മനുഷ്യനെ മോഹിപ്പിക്കും. മോഹം കൊണ്ട മനുഷ്യർ നഗരത്തിന്റെ മടിത്തട്ടിലേക്ക് വന്നിറങ്ങിക്കൊണ്ടിരിക്കും. ആലക്തിക ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചും ഒടുങ്ങാത്ത തിരക്കുകൾ കാണിച്ച് അമ്പരപ്പിച്ചും അമ്പരചുംബികളായ പ്രാകാരങ്ങൾ കാട്ടി ഭ്രമിപ്പിച്ചും സാധാരണക്കാരായ മനുഷ്യരെ തന്റെ ആലിംഗനത്തിനകത്തേക്ക് നഗരം എപ്പോഴും ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. കുടിയേറ്റത്തിന്റെ കാരണങ്ങൾ പലതുണ്ടാകാം. മെച്ചപ്പെട്ട തൊഴിലും ഭേദപ്പെട്ട ജീവിത സാഹചര്യങ്ങളും തേടിയുള്ള യാത്ര മനുഷ്യനെ പ്രവാസിയാക്കുന്നു. ഇന്ത്യയിലെ ഏതു നഗരത്തിലേക്കും ഇത്തരം കുടിയേറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തലസ്ഥാന നഗരമായ ഇന്ദ്രപ്രസ്ഥമെന്ന ഡൽഹിയിലേക്ക് പ്രത്യേകിച്ചും. ദശാബ്ദങ്ങൾക്ക് മുമ്പേ തന്നെ ഡൽഹിയുടെ മാറിലേക്ക് പ്രവാസികളായ മനുഷ്യർ തീവണ്ടിയും ബസ്സുമിറങ്ങി. ജോലി മാറിയും ജോലി അന്വേഷിച്ചും ജീവിതം തേടിയും വന്നിറങ്ങിയവരായിരുന്നു ഭൂരിഭാഗവും. കൂടുതലും മലയാളികളായിരുന്നു. ജീവിതം കെട്ടിപ്പടുക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ കബളിപ്പിക്കപ്പെട്ട കഥകളായിരുന്നു ആ മനുഷ്യർക്ക് കൂടുതലും പറയാനുണ്ടായിരുന്നത്.
ഒറ്റയ്ക്ക് പൊരുതി പരാജയപ്പെട്ട മനുഷ്യരെ ഒരുമിച്ച് നിർത്തിയപ്പോഴുണ്ടായ വിജയത്തിൻ്റെയും മാറ്റത്തിൻ്റെയും കഥയാണ് സതേൺ സ്റ്റാർ എന്ന സഹകരണ പ്രസ്ഥാനം പറയുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത് അമരത്ത് നിന്ന് തുഴഞ്ഞ PR നായർ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നതും ഈ മലയാളി കൂട്ടായ്മയുടെ വിജയത്താലാണ്. വരാനുള്ള കാലം സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിജയചരിത്രമാണ് രചിക്കുകയെന്ന് ദീർഘദർശിയായ PR നായർ മുൻകൂട്ടി കണ്ടിരുന്നു. ചങ്ങനാശ്ശേരി NSS കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം 1980 ആദ്യമാണ് ഞാൻ ഡൽഹിയിൽ എത്തുന്നത്. അതിനുശേഷം ഇവിടെ ഡൽഹിയിലെത്തി പല പ്രൈവറ്റ് കമ്പനികളിലായിട്ട് ജോലികൾ ചെയ്യേണ്ടി വന്നു. 80കളിൽ ഡൽഹിയിലെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു, പ്രത്യേകിച്ച് മലയാളികൾക്ക്. മദ്രാസി എന്നറിയപ്പെടുന്ന മലയാളി വർഗത്തിന് ഒത്തിരി ചൂഷണങ്ങളാണ് നേരിടേണ്ടി വന്നത്. വളരെ വെല്ലുവിളിയാണ്. ഇന്നത്തെ പോലെ NBFCകളോ ക്രെഡിറ്റ് കാർഡുകളോ ഒന്നും ആ കാലങ്ങളിലുണ്ടായിരുന്നില്ല. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന മലയാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ആ സമയത്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപം ചെയ്യുന്നതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായത്. എൻ്റെ അച്ഛനൊരു ഗ്രാമത്തിലെ കോപ്പറേറ്റീവ് ബാങ്കിലെ ജോലിക്കാരനായിരുന്നു. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് എൻ്റെ രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിരുന്നു. അതുകൂടാതെ റഷ്യൻ വിപ്ലവത്തിൻ്റെ അലവലികൾ ഇങ്ങനെ മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ചിരുന്ന സമയമായിരുന്നു. ഡൽഹിയിലെ ഈ ബുദ്ധിമുട്ടുകൾ കാരണം സഹപ്രവർത്തകരുമായിട്ടും ഒരു സഹകരണ സംഘത്തിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുകയുണ്ടായി പല ദിവസങ്ങളിലും. പക്ഷേ ഒരു സപ്പോർട്ടീവായിട്ട് ആരും കൂടെ ഉണ്ടായില്ല. ലാസ്റ്റ് മുമ്പോട്ട് വെച്ച കാല് പുറകോട്ടെടുക്കുന്നില്ല എന്ന ദൃഢനിശ്ചയത്തിൽ 1984 മുതൽ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് 1986 സതേൺ സ്റ്റാർ എന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപമെടുത്തത്. ഇതിനിടയിൽ എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം ഈ സൊസൈറ്റിക്ക് വേണ്ടി കൂടുതൽ ചെലവഴിക്കാൻ പറ്റി. ഒരു പ്രത്യേക പറയുന്ന 1 രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തെടുത്തു എന്നുള്ളതാണ് വളരെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ്. സ്റ്റാർട്ടിങ്ങിൽ വളരെയധികം മെമ്പേഴ്സ് കുറവായിരുന്നു. 30 മെമ്പേഴ്സ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നുള്ളൂ. 41 മെമ്പേഴ്സ് റെക്കോർഡിൽ കാണിച്ച് സൊസൈറ്റി 86 ഏപ്രിലാണ് നമുക്ക് ആദ്യമായിട്ട് രജിസ്ട്രേഷൻ കിട്ടിയത്. കുത്തക മുതലാളിത്തത്തിനെതിരെ, അവരുടെ ചൂഷണത്തിനെതിരെ പോരാടണമെങ്കിൽ ഒരു സഹകരണ സ്ഥാപനം വഴി മാത്രമേ സാധിക്കുകയുള്ളൂന്ന എൻ്റെ ധാരണ ബലവത്തായിരുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന ഡോക്ടർ കുര്യൻ. ധവള വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഡോക്ടർ കുര്യൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ടും കോപ്പറേറ്റീവ് ഫീൽഡിൽ വന്ന് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി ഒരു ഗ്രാമത്തിനെയും ഒരു സ്റ്റേറ്റിനെയും ഭാരതത്തെ മുഴുവൻ മാറ്റിമറിച്ച കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ഗോസായിമാരുടെ ഹിന്ദി ആധിപത്യത്തിന് മുൻപിൽ പകച്ചു നിന്നുപോയ മലയാളികളെ ഒരുമിച്ചൊരു ചരടിൽ കോർത്തെടുക്കുകയെന്ന ഭഗീരഥ പ്രയത്നമാണ് PR നായർക്ക് നിർവഹിക്കാനുണ്ടായിരുന്നത്. അത് ഏറ്റവും സമർത്ഥമായും സൗഹാർദ്ദപരമായും അദ്ദേഹം നിർവഹിച്ചുവെന്നതിൻ്റെ ചരിത്രമാണ് പല രംഗങ്ങളിൽ തലയെടുപ്പോട് നിൽക്കുന്ന സതേൺ സ്റ്റാർ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനഗരത്തിന്റെ മണ്ണിൽ മലയാളികളുടേത് മാത്രമായി മലയാളികൾ നടത്തുന്ന ഒരു സഹകരണ സംഘം എന്ന ആശയം പിറവിയെടുത്തത് കാലഘട്ടത്തിന്റെ കൂടെ ആവശ്യമായിരുന്നു. ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിനിരയായിരുന്നത് നമ്മുടെ മലയാളികളായിരുന്നു. മലയാളികളെ ഉത്തരേന്ത്യക്കാർ വിളിച്ചിരുന്നത് മദ്രാസി എന്ന ഓമനപ്പേരിലായിരുന്നു. ഉത്തരേന്ത്യക്കാർക്ക് മദ്രാസ് എന്താണ്, കേരളം എന്താണെന്നൊരു തിരിച്ചറിവില്ലാഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് നമ്മളെ മദ്രാസി എന്ന് വിളിച്ചിരുന്നത്. മലയാളികളെ നമ്മുടെ ചൂഷണത്തിൽ നിന്ന് വിമുക്തരാക്കുക എന്നതായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യം. അത് സതേൺ സ്റ്റാർ എന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി നമുക്ക് ഒരു പരിധിവരെ സാധിക്കുകയും ചെയ്തു. 2000-ൽ പരം മെമ്പേഴ്സ് ഉണ്ട് ഇന്ന് നമുക്ക്. ലൈഫ് ലൈൻ ഓഫ് മലയാളീസ് ഇൻ ദില്ലി ആൻഡ് എറൗണ്ട് എന്ന ക്യാപ്ഷൻ ശരിക്കും അർത്ഥവൽക്കരിക്കാൻ നമുക്ക് സാധിച്ചു. നിലയില്ലാ കയത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന നൂറുകണക്കിന് മലയാളികൾക്ക് സതേൺ സ്റ്റാറിന്റെ പിറവി അത്താണിയായി.
1986 41 പേരെ അംഗങ്ങളാക്കി സതേൺ സ്റ്റാർ എന്ന സഹകരണ സംഘത്തിന്റെ ആരംഭം. അതുവരേക്കും സഹകരണ സംഘം എന്ന ആശയം അന്യമായിരുന്ന വടക്കൻ ഭൂമിക്ക് ഇതൊരു വിസ്മയവുമായി. ജാഗ്രതയോടുള്ള പ്രവർത്തനം സതേൺ സ്റ്റാറിനെ ഇന്നത്തെ തലയെടുപ്പിലേക്ക് പിടിച്ചു നടത്തി. ആയിരത്തി 1980-കളിൽ ഡൽഹിയിലെ ഇന്നത്തെ പോലെ പത്രമോ മലയാളം ന്യൂസ് സർവീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. സതേൺ സ്റ്റാർ എന്നുള്ള ആശയം ജനങ്ങളിൽ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. മാത്രമല്ല 60 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ മുമ്പോട്ട് വന്നിരുന്നു. സൊസൈറ്റിയുടെ ആദ്യകാലങ്ങളിലുള്ള വളർച്ച അത് വളരെ ബാധിച്ചു. വളരെ സ്ലോ ആയിട്ടായിരുന്നു നമ്മുടെ പ്രോഗ്രസ്. 2000 കൂടിയാണ് സതേൺ സ്റ്റാറിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. 2005, 2006 കാലഘട്ടങ്ങളിൽ സതേൺ സ്റ്റാർ സ്വന്തമായിട്ടുള്ള ഓഫീസ് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്ന് ഓപ്ഷൻ വഴി നിരവധി ഓഫീസുകളും ഇന്നത്തെ കോർപ്പറേറ്റ് ഓഫീസും എല്ലാം നമുക്ക് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റി. അതിന് ഞാൻ നമ്മുടെ മെമ്പേഴ്സിനോട് അകമഴിഞ്ഞ് നന്ദിയുള്ളവനായിരിക്കും. സ്വന്തമായിട്ട് ഓഫീസുകളും ബ്രാഞ്ചുകളും വന്നതോടുകൂടി നമ്മുടെ മെമ്പർഷിപ്പ് വളരെയധികം വർദ്ധിക്കുകയും നമ്മുടെ ട്രാൻസാക്ഷൻ 150 കോടി വരെ എത്തുകയും ചെയ്തു. ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് 100 കോടിയിൽ പരം രൂപയുടെ സ്വന്തമായിട്ട് അസറ്റ്സ് ഉണ്ട്. സതേൺ സ്റ്റാറിൻ്റെ ആ ഒരു വളർച്ചയാണ് ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലായിട്ട് ഞാൻ കാണുന്നത്. സതേൺ സ്റ്റാർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം അതിൻ്റെ അംഗങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയ ഒന്നാണ്. അതിലെ അംഗങ്ങൾക്ക് വളരെ ചെറിയ സമയം കൊണ്ട് അവരുടെ ആവശ്യത്തിന് ഉതകുന്ന ലോൺ, പല വിധത്തിലുള്ള ലോൺ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രവർത്തനം. 100ഉം 200ഉം രൂപ വീതം മാസപരിസംഖ്യയായിട്ട് കളക്ട് ചെയ്യുന്ന തുക അംഗങ്ങളുടെ ആവശ്യാർത്ഥം പല വിധത്തിലുള്ള ലോൺ, എമർജൻസി ലോൺ മുതൽ പ്രോപ്പർട്ടി ലോൺ വരെ നമ്മൾ കൊടുക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ ചുരുങ്ങിയ ഡോക്യുമെൻറ്റേഷനോടുകൂടി ചെറിയ ദിവസങ്ങൾ കൊണ്ട് ലോൺ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 25 ലക്ഷം വരെയുള്ള പ്രോപ്പർട്ടി ലോൺ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രവാസി മലയാളിയെ സംബന്ധിച്ച് ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത് ഒരു ബാലികേറ മലയാണ്. അതിൽ നിന്ന് മലയാളികളെ കരകയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടി ലോൺ അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ എന്ന ലോൺ സ്റ്റാർട്ട് ചെയ്തത്. മോർട്ട്ഗേജ് പോലും ഇല്ലാതെ 20-25 ലക്ഷം രൂപ 2-3 ദിവസത്തിനകം ലോൺ കൊടുക്കാൻ സാധിക്കുന്നു. ഈവൻ പവർ ഓഫ് അറ്റോർണിയിൽ പോലും ലോൺ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇതുവഴി 1000-ൽ കൂടുതൽ അംഗങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടം ഉണ്ടാക്കാൻ സതേൺ സ്റ്റാറിന് സാധിച്ചു. നമ്മുടെ മെമ്പേഴ്സിൻ്റെ സമ്പാദ്യശീലം വളർത്തുന്നത് കൂടാതെ ആ തുക വിനിയോഗിച്ച് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളെ വിദേശത്ത് വിടുന്നത്, ട്രീറ്റ്മെൻറ്റ്, മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്ക് മുതലായവയ്ക്ക് വേണ്ടി നമ്മൾ വളരെ എളുപ്പം ലോൺ കൊടുത്ത് സഹായിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു സ്ഥാപനത്തിനും, പ്രത്യേകിച്ച് സഹകരണ സ്ഥാപനങ്ങൾക്ക് ജനപിന്തുണയും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അതിന് ദിശാബോധത്തോടെയുള്ള തീരുമാനങ്ങളും കാൽവെപ്പുകളും അനിവാര്യം. അതുതന്നെയാണ് സതേൺ സ്റ്റാറിനെ ഡൽഹിയിലെ മലയാളി കൂട്ടായ്മ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. സതേൺ സ്റ്റാർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം അംഗങ്ങളിൽ ഒതുങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ മലയാളികളോടും കേരളത്തിനോടുള്ള ഒരു പ്രതിബദ്ധത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതിൻ്റെ ഫലമായി 2018 പ്രളയ സമയത്ത് 35 ലക്ഷം രൂപ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് നമ്മുടെ അംഗങ്ങൾക്ക് ബാങ്കിൽ പോയി ക്യൂ നിൽക്കാതെ ചെറിയ ചെറിയ തുകകൾ ക്യാഷായിട്ട് കൊടുത്ത് സഹായിക്കാൻ നമുക്ക് സാധിച്ചു. COVID-19 പോലുള്ള സന്ദർഭങ്ങളിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ചികിത്സാ സഹായത്തിനും ആഹാരത്തിനും ചെറിയ ചെറിയ തുകകൾ കൊടുത്ത് സഹായിക്കാൻ നമുക്ക് സാധിച്ചു. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മെമ്പേഴ്സിന് കോവിഡ് സമയത്തെ അവരുടെ പ്രവർത്തനം മുൻനിർത്തി ഓരോ ക്യാഷ് അവാർഡും അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കുവാനും നമുക്ക് സാധിച്ചു.
കോവിഡ് സമയത്ത് കോവിഡ് മൂലമോ അല്ലാതെയോ മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് 2 കോടി രൂപയിലധികം വെൽഫെയർ ഫണ്ടായിട്ട് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റി എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സതേൺ സ്റ്റാറിന്റെ വിശ്വാസപൂർണമായ പ്രവർത്തനം ഡൽഹിയിലെ മലയാളികളെ ഒന്നിച്ചു നിർത്താനും അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും സാധിച്ചു. സതേൺ സ്റ്റാറിനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തി. ഗ്രാമങ്ങളിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ച കേരളത്തിൽ നാം കണ്ടതാണ്. എന്നാൽ ഇന്നത് വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറിക്കഴിഞ്ഞു. വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കാൻ സഹകരണ പ്രസ്ഥാനത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് സതേൺ സ്റ്റാറിലൂടെ PR നായർ തെളിയിച്ചു. സതേൺ സ്റ്റാറിൻ്റെ ഒരു സവിശേഷത, സതേൺ സ്റ്റാർ ഗോൾഡ് ലോൺ നോർത്ത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ആരും ഗോൾഡ് ലോൺ ചെയ്തിരുന്നില്ല. ഡൽഹിയിലെ NBFCകൾ കഴുത്തർപ്പം പലിശ മേടിച്ചിരുന്ന സമയത്താണ് നമ്മൾ ഗോൾഡ് ലോൺ, സ്വർണത്തിൻ്റെ മുകളിലുള്ള ലോൺ സ്റ്റാർട്ട് ചെയ്തത്. വെറും 15% പലിശ പെർ ആനത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ വെറും 10% പലിശയെ നമ്മൾ ഈടാക്കുന്നുള്ളൂ. ഗോൾഡ് ലോണിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ 1 വർഷം കാലാവധിയിലേക്കാണ് ലോൺ കൊടുക്കുന്നത്. 1 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്തവർക്ക് അത് വീണ്ടും വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗോൾഡ് ലോൺ മറ്റുള്ള പല സൊസൈറ്റികൾക്കും പ്രേരണയായി മറ്റുള്ള സൊസൈറ്റികളും ഗോൾഡ് ലോൺ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചെറിയ കാലയളവിൽ ഏറ്റവും കുറഞ്ഞ പലിശയിൽ ലോൺ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം നമ്മൾ ലോണിന് ചാർജ് ചെയ്യുന്നത് വെറും 10% പെർ ആനം റേറ്റിലാണ്. അതും റെഡ്യൂസിങ് മന്ത്ലി റേറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു വിധത്തിലുള്ള കൂട്ടുപലിശകളോ അതുപോലെയുള്ള പിഴപ്പലിശകളോ നമ്മൾ ഈടാക്കുന്നില്ല. ലോൺ എടുക്കുന്നതിന് വേണ്ടി ഏറ്റവും കുറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. ഈവൻ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു വാട്സപ്പ് വഴി അല്ലാന്നുള്ളൊരു ഫോൺ കോൾ വഴി റിക്വസ്റ്റ് അയച്ചാൽ വിത്തിൻ 1 or 2 hours അവരുടെ അക്കൗണ്ടിൽ തുക എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഡൽഹി എന്ന മഹാനഗരത്തിലും മഹാനഗരത്തിലെ മലയാളി മനസ്സിലും ഒരുപോലെ വേര് പിടിച്ചു കഴിഞ്ഞ സതേൺ സ്റ്റാർ എന്ന സഹകരണ പ്രസ്ഥാനം അതിന്റെ അനുസ്യൂതമായ വളർച്ച തുടരുക തന്നെയാണ്. അക്ഷീണ യത്നത്തിന്റെ പുതിയ മേഖലകൾ സതേൺ സ്റ്റാറിന് ഇനിയും അന്യമല്ലെന്ന് ഉറക്കെ പറഞ്ഞ് സംഘസാരഥി PR നായരും ഈ മലയാളി കൂട്ടായ്മയും ഡൽഹിയിലെന്നും സജീവം.